ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുട്ടിയെ നല്ല രീതിയിൽ വളർത്താൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്? ഇന്ന് നമ്മൾക്ക് അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് വരുന്നത് പ്രശസ്ത പേരന്റിംഗ് വിദഗ്ധനായ ഹാരി എച്ച് ഹാരിസന്റെ വിലയേറിയ ഉപദേശങ്ങളിൽ നിന്നാണ്. സൈക്കോളജിസ്റ്റ് റോസ്മെരി ആന്റണിയാണ് ഈ ആശയങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നത്. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഈ വിശകലനത്തിൽ നമ്മൾ പ്രധാനമായും 6 കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഒരു അച്ഛന്റെ കാലാതീതമായ ഉപദേശം എന്താണെന്ന് നോക്കും. പിന്നെ കുട്ടികളിൽ എങ്ങനെ ധാർമ്മിക സ്വഭാവം വളർത്താം, അവരുടെ വൈകാരിക കഴിവുകൾ എങ്ങനെ പരിപോഷിപ്പിക്കാം, ഈ ലോകത്തിന് വേണ്ടിയുള്ള പാഠങ്ങൾ, കുടുംബത്തിന്റെ അടിത്തറ എത്രത്തോളം പ്രധാനമാണ്, പിന്നെ ഇതെല്ലാം ചേർന്ന് അവരുടെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഈ ചർച്ചയുടെ എല്ലാം അടിസ്ഥാനം എന്താണെന്നല്ലേ? ഈ വിലയേറിയ ഉപദേശങ്ങളെല്ലാം വരുന്നത് ഹാരി എച്ച് ഹാരിസന്റെ ഫാദർ ടു സൺ എന്ന പുസ്തകത്തിൽ നിന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരച്ഛൻ മകന് നൽകുന്ന ഉപദേശങ്ങളാണിത്. പക്ഷേ ഇത് ഏതൊരു രക്ഷിതാവിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അല്ലെങ്കിലും രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നമ്മുടെ കുട്ടികൾ കഴിവുള്ള, ദയയുള്ള, നല്ല മനുഷ്യരായി വളരണം എന്നല്ലേ? അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ചിന്തകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു കുട്ടിയുടെ ധാർമ്മിക സ്വഭാവം അത് അവരുടെ ജീവിതത്തിലെ ഒരു കോമ്പസ് പോലെയാണ്. ശരിയും തെറ്റും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ആന്തരിക ദിശാസൂചി. അതെങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു കുട്ടിയുടെ ധാർമ്മികതയുടെ അടിത്തറ പണിയുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ്. 1. നമ്മൾ അവർക്ക് നല്ലൊരു മാതൃകയാവുക. 2. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പഠിപ്പിക്കുക. 3. കഠിനാധ്വാനത്തിന്റെ വില അവരെ മനസ്സിലാക്കിക്കുക. നമുക്കിതിൽ ഓരോന്നും എന്താണെന്ന് വിശദമായി നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അതായത് നമ്മുടെ വാക്കുകളല്ല, പ്രവൃത്തികളാണ് അവരുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. നമ്മൾ ദയ കാണിച്ചാൽ അവരും ദയ കാണിക്കാൻ പഠിക്കും. അപ്പോൾ നമ്മൾ എന്ത് മാതൃകയാണ് അവർക്ക് നൽകുന്നതെന്ന് എപ്പോഴും ചിന്തിക്കണം. അടുത്തത് ഉത്തരവാദിത്തം. അതായത് കുട്ടികൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെയൊക്കെ ഉത്തരവാദിത്തം അവരെ തന്നെ ഏൽപ്പിക്കുക. ഒരു കളിപ്പാട്ടം പൊട്ടിയാൽ അല്ലെങ്കിൽ ഒരു തെറ്റുപറ്റിയാൽ അയ്യോ സാരമില്ല എന്ന് പറയുന്നതിന് പകരം ഇനി എന്ത് ചെയ്യാം എന്നവരെ കൊണ്ട് ചിന്തിപ്പിക്കുക. ഇത് അവരുടെ സ്വഭാവത്തിന് നല്ല കരുത്തു കൊടുക്കും. അതുപോലെ തന്നെയാണ് കഠിനാധ്വാനത്തിന്റെ കാര്യവും. എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ കിട്ടില്ലെന്നും കഷ്ടപ്പെട്ടാൽ അതിന് തക്കതായ ഫലമുണ്ടാകുമെന്നും കുട്ടികൾ ചെറുപ്പത്തിലെ മനസ്സിലാക്കണം. ആ പരിശ്രമം നൽകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. അത് അവർ അനുഭവിച്ചറിയണം. ശരി, അപ്പൊ ധാർമ്മിക സ്വഭാവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. വൈകാരിക കഴിവുകൾ. ഇവ ശരിക്കും പറഞ്ഞാല് ജീവിതത്തിലെ ബന്ധങ്ങളെയും വികാരങ്ങളെയും ഒക്കെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കുറെ ടൂൾസ് പോലെയാണ്. ഈ വൈകാരികമായ കരുത്ത് നേടാൻ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. 1. തുറന്നുള്ള സംസാരം. 2. മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള കഴിവ്. 3. സഹാനുഭൂതി. ഇതെന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമാവുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. എന്റെ കുട്ടിക്ക് എന്ത് കാര്യവും ഒരു പേടിയുമില്ലാതെ വന്ന് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? അവർക്ക് അത്രത്തോളം സുരക്ഷിതത്വം തോന്നുന്നുണ്ടോ? കാരണം വെറുതെ കേൾക്കുന്നതും ശ്രദ്ധയോടെ കേൾക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കേൾക്കുക എന്നത് ഒരു സാധാരണ പ്രവൃത്തിയാണ്. പക്ഷെ അവര് പറയുന്നത് ഹൃദയം കൊണ്ട് കേൾക്കുമ്പോ അവരുടെ വാക്കുകൾക്ക് പിന്നിലുള്ള വികാരങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, ആശങ്കകൾ, ഇതൊക്കെ നമ്മളൊരു മുൻവിധിയും ഇല്ലാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് നമ്മളോടൊരു വിശ്വാസം വരുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് പ്രധാനം. മാതൃകയാവുക. ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവർ നമ്മളിൽ നിന്ന് കണ്ടുപഠിക്കുന്ന ഒന്നാണ്. അവരുടെ പശ്ചാത്തലം എന്തായാലും എല്ലാവരോടും ദയയോടും ബഹുമാനത്തോടും പെരുമാറാൻ കുട്ടികളെ പഠിപ്പിക്കണം. സഹാനുഭൂതിയുടെ കാര്യത്തിലും ഒരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവരോട് അനുകമ്പ കാണിക്കാനും നമ്മൾ പഠിപ്പിക്കും. പക്ഷേ അത്രത്തോളം തന്നെ പ്രധാനമാണ് അവനവനോടും അനുകമ്പ കാണിക്കാൻ പഠിപ്പിക്കുന്നത്. ഒരു തെറ്റുപറ്റിയാൽ സ്വയം കുറ്റപ്പെടുത്താതെ അതിനോട് ക്ഷമിക്കാനും മുന്നോട്ടു പോകാനും പഠിപ്പിക്കണം. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ലോകത്തിനു വേണ്ടിയുള്ള പാഠങ്ങൾ. അതായത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾക്ക് പുറമെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ചില പ്രായോഗികമായ അറിവുകൾ. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഈ 3 കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. 1. പരാജയങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കുക. 2. വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുക. പിന്നെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവുക. നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണിത്. പരാജയങ്ങൾ ഒന്നിന്റെയും അവസാനമല്ല, അത് വളരാനുള്ള ഓരോ അവസരങ്ങളാണ്. ഒരു പരീക്ഷയിൽ തോൽക്കുമ്പോഴോ ഒരു കളിയിൽ തോൽക്കുമ്പോഴോ തളർന്നു പോകാതെ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അതാണ് അവരെ കൂടുതൽ കരുത്തരാക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ല ഗ്രേഡുകളും മാർക്കുകളുമാണ്. പക്ഷേ അതിനപ്പുറം അറിവ് നേടാനുള്ള ഒരു ഇഷ്ടം കുട്ടികളിൽ വളർത്തുക എന്നതാണ് പ്രധാനം. പഠിക്കുന്നത് ഒരു ഭാരമായിട്ടല്ല, പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസരമായി കാണാൻ അവരെ പഠിപ്പിക്കണം. അതുപോലെ പണത്തിന്റെ കാര്യം. ചെറുപ്പത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊരു ബേസിക് ഐഡിയ കൊടുക്കുന്നത് നല്ലതാണ്. 3 കാര്യങ്ങൾ: ബഡ്ജറ്റിംഗ്, അതായത് കിട്ടുന്ന പണം എങ്ങനെ ചെലവാക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നത്, സമ്പാദ്യം, അതിൽ നിന്ന് കുറച്ച് ഭാവിയിലേക്ക് മാറ്റിവെക്കുന്നത്, പിന്നെ നിക്ഷേപം, ആ പണം എങ്ങനെ വളർത്താം എന്ന് ചിന്തിക്കുന്നത്. ഇത് അവരുടെ ഭാവിക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്: കുടുംബം. ഒരു കുട്ടിയുടെ ലോകം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അവരുടെ പിന്തുണയുടെയും നമ്മുടേത് എന്ന ബോധത്തിന്റെയും വേരുകൾ അവിടെയാണ്. അപ്പോ ആ കുടുംബ ബന്ധങ്ങളുടെ വില കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം? ഒരുമിച്ച് സമയം ചെലവഴിക്കുക. അത് ചിലപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരുമിച്ച് കളിക്കുന്നതാവാം. പിന്നെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് അവരോടും സംസാരിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുന്നത്. ശരി, അപ്പൊ നമ്മള് ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞു, വൈകാരിക കഴിവുകളെക്കുറിച്ച് പറഞ്ഞു, പ്രായോഗിക പാഠങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഭാവിയെ നല്ല രീതിയിൽ രൂപപ്പെടുത്തുന്നത്? നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ 4 പ്രധാന പാഠങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. 1. അവരുടെ സ്വഭാവം ശക്തമാക്കുക. 2. വൈകാരികമായി അവരെ വളർത്തുക. 3. ഈ ലോകത്തെ നേരിടാനുള്ള പാഠങ്ങൾ നൽകുക. 4. കുടുംബ ബന്ധങ്ങളെ വിലമതിക്കാൻ പഠിപ്പിക്കുക. ഇതാണ് അതിന്റെയെല്ലാം ഒരു കാതൽ. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളിപ്പോ സംസാരിച്ച ഈ പാഠങ്ങളിൽ ഏത് കാര്യത്തിനാണ് ഈ ആഴ്ച നിങ്ങളുടെ കുട്ടിയുമായി നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.